ഇനി നമ്മൾ ഹൈയിലിടുന്നേ. ഇതാണ് നമ്മൾ ഐ ഗാരേജ് നമുക്ക് അയച്ചു തന്ന 1/14 സ്കെയിൽ വരുന്ന ഡോഡ്ജ് ചാർജർ. നമ്മളെ ഫാസ്റ്റ് ടൈം ഫ്യൂരിയസ് സിനിമേൻ്റെ അകത്ത് ആ മുട്ട ഓടിക്കുന്ന ഒരു കാറില്ലേ, അത് തന്നെ ഈ സാധനം. അതിൻ്റെ ഏതാണ്ട് സെയിം മോഡലാണ്. ഫ്രണ്ടിലത്തെ ഗ്രില്ലും കാര്യങ്ങളുടെ മാറ്റമുണ്ട്. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊരു കിടിലം പോലത്തെ ഗ്രില്ലും ബമ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചാട്ടോ വന്നിട്ടുണ്ട്. പിന്നെ 2 ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അടിപൊളി. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റിക്കർ പോലെ തോന്നുള്ളൂ, പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് കത്തും. പിന്നെ ഒരു കിട്ടിലാം പോലത്തെ സ്പോയിലറും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ ബോണറ്റിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എയർ ഇൻടേക്കിന്റെ മറ്റേ കോയിലില്ലേ, അതും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമ്മളെ വണ്ടീന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ, ഒരു 1.5 ലുക്കാണ് വണ്ടിക്ക്. വണ്ടീന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 45 km/h. വണ്ടീൻ്റെ അകത്ത് 4 സെറ്റ് ടയർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ ഉൾഭാഗം കാണണമെങ്കിൽ ഈ പുറത്തുള്ള ഈ 4 പിന്നം കൂറണം, എന്നാലേ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ പ്ലഗ് ആട്ടെ ഇത്, അതാണ് മാറ്റിയത്. വണ്ടീൻ്റെ ഉൾഭാഗം കണ്ടെങ്കിൽ അതുപോലെ 1300 mAh ലിഥിയം പോളിമർ ബാറ്ററി വണ്ടീൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സർവോ മോട്ടറും കാണാം. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ബ്രഷ്ഡ് മോട്ടർ, റിസീവർ, പിന്നെ നമ്മളെ ലൈറ്റിൻ്റെ എല്ലാം കൺട്രോൾസ് വരുന്ന ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ലൈറ്റിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളും ഇവിടെ ബാക്കിൽ കാണാം കേട്ടോ. ബാക്കിലത്തെ ബമ്പറിൻ്റെ മുകളിൽ തന്നെയാണ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ ഓയിലല്ല, സ്പ്രിങ്ങിൻ്റെ സസ്പെൻഷനാണ്. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്പീൻ്റെ കിടിലം പോലത്തെ റോഡ് വന്നിട്ടുണ്ട് നടുക്കൂട്ട. ആക്ച്വലി ഇതാണ് ഈ വണ്ടീൻ്റെ മെയിൻ ബലം, ബിക്കോസ് വണ്ടീൻ്റെ ബോഡിയും കാര്യങ്ങളും പ്ലാസ്റ്റിക്കാണ്. അതുപോലെ വണ്ടീൻ്റെ അകത്തുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കാണ്. നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടും ബാക്കും ടയറിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്കൂട്ടി ഒരു കമ്പിയെല്ലാം പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ട് ബമ്പറിന്റെ മുകളിൽ പഞ്ഞീൻ്റെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും അധികം കൊണ്ടുപോയിട്ട് എല്ലാവരെയും ക്രാഷ് ചെയ്യുക. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ നടുക്ക് പഞ്ഞീന്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ബ്രെഡും ജാമെല്ലാം പോലെ കണ്ട. ബാക്കിൽ വരുന്ന അടിയെല്ലാം ഈ ബമ്പർ ഏറ്റെടുത്തോളൂ, കുഴപ്പമില്ല, സ്ട്രോങ് ആണ്. ഇതാണ് നമ്മളെ കാറിന്റെ റിമോട്ട് കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. സ്റ്റിയറിംഗ്, ത്രോട്ടില്, അതുപോലെ സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ട്രിം, അതുപോലെ നമ്മളെ സ്റ്റിയറിംഗ് ഇൻവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഓൺ ഓഫ് ബട്ടൺ ഇതിന്റെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട് 3 സ്പീഡ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാനൽ 3 ബട്ടൺ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യുക. വണ്ടിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ലൈറ്റും പരിപാടികളുണ്ട്. നമ്മൾ കാണിച്ചു തരാം. റിമോട്ടിൻ്റെ അകത്ത് നമ്മളെ ക്ലോക്കിൽ ഇടുന്ന AA ബാറ്ററി 3 എണ്ണം. നമുക്ക് വണ്ടി ഓൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഇത് 2 എണ്ണം ഇതിനകത്ത് കുത്തണം. നമ്മളെപ്പോഴും ഒരു ആവേശത്തിന് ഇതെല്ലാം ഊരും പേടിയാ കുത്തണ്ടേന്നും കൂടി ആലോചിച്ചിട്ട് വെക്കണം കേട്ടോ. ഇതിൽ ചെങ്ങനെ പണിയിട്ടു. ഇനി ഇപ്പോൾ ഓണാക്കിയിട്ടാകുമ്പോൾ നോക്കാൻ പറ്റും ഏത് ലൈറ്റാണ് കത്തുക. ഒരു 3 ബാറ്ററി ഇടിണ്ട്, ഇതിട്ട് നോക്കട്ടെ. ഉറക്കാമായിരിക്കും. വണ്ടീൻ്റെ പവർ ബട്ടൺ വരുന്നതാണ് കുറച്ചൊരു ടാസ്ക്. ഈ ഒരു റിസീവറിൻ്റെ മുകളിൽ ഒരു മൂലക്കായിട്ടാണ് പവർ ബട്ടൺ. അതിന് മുമ്പ് നമ്മൾ ആദ്യം ബാറ്ററി കണക്ട് ചെയ്യണം കേട്ടോ. ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ പവർ ബട്ടൺ ഞെക്കി പിടിക്കുക. അത്രയേ ഉള്ളൂ, വണ്ടി വേണേ. പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്. വണ്ടീൻ്റെ അകത്ത് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗും പരിപാടികളുണ്ട്. സ്റ്റിയറിംഗ് എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ടാ, അടിപൊളി. ഇപ്പം നമ്മൾ ലോലാണ് കേട്ടിട്ടുള്ളത്. സൗണ്ട് കേട്ടാ. ഇനി നമ്മൾ മീഡിയത്തിലിടുന്നു. ഇനി നമ്മൾ ഹൈയിലിടുന്നേ. വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ അപ്പാട് ലൈറ്റ് കത്തും. കുറേ സമയം ചാർജ് വെക്കണമെങ്കിൽ ആ ലൈറ്റിൻ്റെ 2 വയറങ്ങ് ഊരി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് കൺട്രോൾ വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റത്തെ ലൈറ്റ്, ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്നത് ആദ്യത്തെ ലൈറ്റ്. അന്നേരം ബാക്കിൽ ഇങ്ങനെ കത്തി നിൽക്കും കേട്ടോ, 2 ബൾബ് ഇതാ. ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റ് ഇതേ സമയം ഇങ്ങനെ കത്തി നിൽക്കും കേട്ടോ. ബ്രേക്ക് ലൈറ്റിൽ വേറെ ബ്ലിങ്കിങ്ങും പരിപാടികളൊന്നുമില്ല. ഈ ബട്ടൺ ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ഇതാ ഹെഡ് ലൈറ്റ് കത്തി അടക്കും. ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ വെള്ള ലൈറ്റ് പോയിട്ട് ചുവപ്പ് ലൈറ്റ് മാത്രം. ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ചുവപ്പ് ലൈറ്റ് പോയിട്ട് വെള്ള ലൈറ്റ് മാത്രം. ഒന്നുകൂടി ആക്കി കഴിഞ്ഞാൽ ചുവപ്പ് ലൈറ്റ് വട്ടത്തിൽ കറക്കും. ഒന്നുകൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവപ്പ് ലൈറ്റ് മിഞ്ഞി കത്തും, വെള്ള ലൈറ്റ് അനങ്ങാണ്ട് കിട്ടും. കഴിഞ്ഞു.
നിങ്ങൾക്ക് കുറേ സമയം ബാറ്ററി ബാക്കപ്പ് വെക്കണമെങ്കിൽ ഈ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വണ്ടീൻ്റെ ഡ്രിഫ്റ്റിംഗ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലൻ പെർഫോമൻസ്. ഇനി നമ്മളെ പെട്ടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. യൂസർ മാനുവലിൽ ആക്ച്വലി ഈ ഒരു വണ്ടീന്റെ ഈ ഒരു ബ്രാൻഡിന്റെ വേറെ കുറെ മോഡലും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ആക്ച്വലി ഈ ഒരു വണ്ടി വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി. ഇതണ്ട, ഈ ഒരു വണ്ടി വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി. നമ്മളെ ഉള്ളത് 16303. പിന്നെ ഉള്ളിൽ ആസ് യൂഷ്വൽ നമ്മളെ വണ്ടീന്റെ പാർട്സിന്റെയും കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും പാർട്സ് എല്ലാം ഊരിക്കളയണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. 2 സ്ട്രിപ്പ് ലൈറ്റ് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മളെ വണ്ടീന്റെ അടിയിൽ ഒട്ടിക്കാനുള്ള കേട്ടാ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലുക്കായിരിക്കും വണ്ടിക്ക്. പക്ഷെങ്കിൽ നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട്, അടിപൊളി സ്ക്രൂ ഡ്രൈവർ. നമ്മുടെ ടെസ്റ്ററിലും പോലത്തെ സ്ക്രൂ ഡ്രൈവർ, പക്ഷേങ്കിൽ ടെസ്റ്റർ അല്ല, സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ കുരിശു പോലത്തെ സ്പാൻഡർ. ഇതില്ലാതെ RC കാറുകൾ കുറവാണ്. പിന്നെ കുറച്ച് ക്ലിപ്പും പരിപാടികളും, പിന്നെ നമ്മളെ സസ്പെൻഷന്റെ ഹൈറ്റ് കൂട്ടാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു നല്ല പരിപാടിയാണ്. കാരണം ഇങ്ങനെയുള്ള വണ്ടീൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുക ഇങ്ങനത്തെ ക്ലിപ്പാണ്. ഇതിന്റെ ഒരു പാക്കറ്റിന് തന്നെ 1000 രൂപ എങ്ങനെയാണ് ഈ ക്ലിപ്പിന്. അധികം ആൾക്കാർ ഈ ക്ലിപ്പെല്ലാം പോയി കഴിഞ്ഞാൽ സേഫ്റ്റി പിന്നെ എടുത്തിട്ട് കൂത്തും കേട്ടാ. ഇറ്റ് വർക്ക്സ്. വണ്ടീൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു 4 ടയറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മളെ റബ്ബറിന്റെ ടയറാണ്. കുറച്ചും കൂടി ഗ്രിപ്പ് വേണം. പിന്നെ റോട്ടുമ്പിലോട്ടെല്ലാം ഓടിക്കണമെങ്കിൽ ഈ ടയർ ഇട്ടിട്ട് ഓടിക്കുക. നമ്മളെ വണ്ടീൻ്റെ അകത്ത് ഓൾറെഡി വരുന്ന ടയർ പ്ലാസ്റ്റിക്കിന്റെ കേട്ടാ. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീട്ടിന്റെ അകത്തുനിന്ന് അതുപോലെ മാറ്റിന്റെ മുകളിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇട്ട് കഴിഞ്ഞാൽ അധികം ഡ്രിഫ്റ്റ് ആവില്ല. ഇത് നമ്മളെ മെയിൻ റോഡിൽ അങ്ങനെ എവിടെയെങ്കിലും ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് മതി എല്ലാ സ്ഥലത്തുനിന്നും ഡ്രിഫ്റ്റ് ആവാൻ പറ്റും. ഈ ടയർ നമ്മളെ റോട്ടുമെന്നെല്ലാം ഓടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കലയായിരിക്കും, ചിലപ്പോൾ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് ആണ്. ഇത് റോട്ടുമെന്നെല്ലാം ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ടയർ. അങ്ങനെ മറിയിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കാറിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7999 രൂപ, അഥവാ 8000 രൂപ. ഇത് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്ന നമ്മളെ ഐഗറാ ചേട്ടാ. ഇവരെ തമ്മിൽ ഇതുപോലത്തെ കുറെ ബഡ്ജറ്റിലുള്ള ഇഷ്ടം പോലെ കാറുണ്ട്, ഇഷ്ടം പോലെ. അതുപോലെ ഡൈകാസ്റ്റ്, ഹോട്ട് വീൽസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരെ തമ്മിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാറും കാര്യങ്ങളും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുക. അതുപോലെ ഇവരെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പൊ അത്രയൊക്കെയുള്ള പറയാനായിട്ട്. ഓക്കെ, ബൈ.